ഇപ്പോൾ എൻ്റെ കയ്യത്തെ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, ഉണങ്ങി വരണേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ഒന്ന് കഴുകിയെടുക്കുകയാണേ. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ 20 മിനിറ്റ് വരെ നിങ്ങൾ ഇത് കയ്യിൽ തന്നെ ഇടണം. ഇപ്പം ഞാനിപ്പോൾ കൈ കഴുകിയെടുത്തു. നമുക്ക് നോക്കാം രണ്ട് കൈ നമ്മൾ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതാണ് രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം. നല്ല വ്യത്യാസമുണ്ട് രണ്ട് കൈയും തമ്മിൽ കേട്ടോ. ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമല്ല, എന്നാലും രണ്ട് കൈയും തമ്മിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള ആ ഒരു ചേഞ്ച്. ഇതിലൊരു പ്രത്യേക ഒരു ഗ്ലോ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പാക്ക് വേറൊരാൾ ചെയ്ത് കണ്ടിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അവർ ചെയ്ത് പറഞ്ഞ മാതിരിയൊക്കെ തന്നെയാണ് ഞാനും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെയാണ് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ മുഖം ഭയങ്കര ഡള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് മുഖം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് അമ്പലത്തിൽ പ്രോഗ്രാമായിരുന്നു, ഞങ്ങളവിടെ പോകും. അപ്പോൾ ഇന്നാണ് വെച്ചാൽ നല്ലോണം വെയിലൊക്കെ കൊണ്ടു. ഇന്ന് പകലായിരുന്നു നല്ലപോലെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഡള്ളാണ് മുഖം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാനിപ്പോൾ ഇതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് നോക്കിയിട്ട് വരാം. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ഡള്ളായിട്ടാണ് മുഖം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഇട്ടിട്ട് അവർക്ക് കിട്ടിയ പോലെ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം മിക്സിയിൽ ഒരു ജാർ എടുക്കുക. അതിന് ശേഷം നമുക്ക് കടലയുണ്ടല്ലോ, കടല ഞാനൊരു 10-20-25 എണ്ണം ഉണ്ടാവും. നമുക്ക് ഇത്രയും മതി. ഇത്രയും കടല നമ്മൾ നേരത്തെ കുതിരാൻ വെക്കണം. കുതിരുന്ന കടല നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യം തക്കാളിയുടെ പകുതിയാണ്. ഞാനൊരു തക്കാളിയുടെ പകുതിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം ചോറാണ്. പച്ചരി ചോറാണെന്ന് വെച്ചാലും പുഴുങ്ങോലരി ചോറാണെന്ന് വെച്ചാലും ഏത് ചോറാണെന്ന് വെച്ചാലും ഞാനിപ്പോൾ ഇതവിടെ ഉണ്ണണ ചോറ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്കൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യം തൈരോ മോരോ നിങ്ങൾക്ക് എടുക്കുക, അല്ലെങ്കിൽ പാലെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മോരാണ് എടുത്തിരിക്കുന്നത്. നല്ല പൊളിച്ച മോരെടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോണത്. വേറൊരു യൂട്യൂബറുടെ ഇത് കണ്ടു. അതിൽ നല്ല റിസൾട്ടായിരുന്നു അവർക്ക്. നല്ല പെട്ടെന്ന് മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് അവർക്ക്. നല്ലപോലെ ഒന്ന് ടാനൊക്കെ മാറി നല്ലപോലെ വെളുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ റിസൾട്ട് കിട്ടണമെന്ന്. അപ്പോൾ ഒരുമിച്ച് അറിയാമല്ലോ കേട്ടോ. ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ ഞാനിപ്പോൾ നല്ല നൈസായി അരച്ച് കൊണ്ടുവന്നിട്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു പകുതിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അരച്ച് കൊണ്ടുവന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം മുൾത്താനി മിട്ടിയാണേ. ഏത് വേണമെച്ചാലും ഈ മുൾത്താനി മിട്ടി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ മുൾത്താനി മിട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കുക. നമുക്ക് നാളെയൊക്കെ എടുത്തിട്ട് ഇത് മുൾത്താനി മിട്ടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുത്ത് നല്ലപോലെ ഒന്ന് മുൾത്താനി മിട്ടി ആയിട്ട് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂള്, ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടല്ലോ, അത് പൊട്ടിച്ചൊഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തു. ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. എല്ലാ വീട്ടിലുള്ളതാണ്, എല്ലാവരും മുൾത്താനി മിട്ടി ഉണ്ടാവും. അപ്പോൾ ഇത് മുഖത്തിട്ട് ഒരു മസാജ് കൊടുക്കുന്നതാണ് ആദ്യം അവർ ചെയ്തത്. അതുപോലെ നമുക്കും മുഖത്തിട്ടൊരു മസാജ് കൊടുക്കുക. നമ്മൾ എന്തൊരു സാധനം മുഖത്തിട്ട് മസാജ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് അപ്പോൾ തന്നെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിക്ക് അത് നല്ലപോലെ ഇറങ്ങിപ്പോയി നമുക്ക് എന്താ പറയുക അതിൻ്റെ റിസൾട്ട് നല്ലപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല നൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മസാജ് തന്നെ കൊടുക്കാം. ഇത് ഇപ്പോൾ മിക്സ് ചെയ്തത് നമുക്ക് 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ മുഖത്ത് മാത്രം തേക്കണമെന്ന് വെച്ചാൽ കഴുത്തിലും കയ്യിലൊക്കെ തേക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വട്ടത്തിൽ തന്നെ ഇത്ര യൂസാണ്. പിന്നെ ഞാൻ അടിച്ച് വെച്ചതും കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുളിക്കുമ്പോഴൊക്കെ ശരീരത്തിലൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാൽ പോവും എന്നാണ് അവർ പറയണത്. അപ്പോൾ നമുക്ക് എന്തായാലും മുഖത്തത്തെ ടാൻ ആദ്യം മാറുണ്ടോ നോക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി മാറേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തെ ടാനും കൂടി മാറ്റാൻ ഇത് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ നമുക്കിത് അടിച്ച് വെച്ചതും ഇതും ഒക്കെ കൂടി മിക്സ് ചെയ്ത് കുളിക്കുന്ന സമയത്ത് തേക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് നല്ലൊരു മസാജ് കൊടുക്കട്ടെ. എനിക്കിപ്പോൾ കഴുത്തിലിടാൻ പറ്റില്ല, കാരണം കഴുത്തിങ്ങനെ കയറിയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴുത്തിൽ കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും മുഖത്ത് മാത്രമാണ് കാണിക്കണത്.
ഇപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് ഒരു മസാജ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നിങ്ങൾക്ക് ടൈം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5 മിനിറ്റ് വരെയൊക്കെ ഒരു മസാജ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് വരെയൊക്കെ മസാജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ ഇത് ഇത്തിരി കട്ടിക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് അങ്ങനെ വിടാം. അതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കുമ്പോൾ റിസൾട്ട് ഒരുമിച്ച് കാണാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മസാജ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ടിക്കിട്ട് കൊടുക്കാം. കണ്ണിന് താഴെ ഇടാനൊന്നും ഞാൻ പറയില്ല, ഞാൻ ഇടാറുണ്ട്. നിങ്ങൾക്ക് ഇടാൻ താല്പര്യമില്ലാത്തവരൊന്നും ഇടണ്ട കേട്ടോ, ഞാൻ ഇട്ട് കൊടുത്തെന്ന് മാത്രം. ഇപ്പോൾ ഞാൻ മുഖത്ത് മൊത്തം ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് ഒരുമിച്ച് കാണാം. ഞാനിപ്പോൾ ഇതാ കയ്യിലും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് കയ്യത്തെയും കൂടി റിസൾട്ട് ഒന്ന് കാണാം. എന്തായാലും ഒരു 20 മിനിറ്റ് നമുക്ക് മുഖത്തെ പോലെ തന്നെ കയ്യിലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഫേസിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഞാനതൊന്ന് മുഖം കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. കയ്യിൽ എന്തായാലും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയേക്കണത് കേട്ടോ. ഇപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് വന്നു. ആ മുഖത്തിലുള്ള ആ ഡൾനെസ് മൊത്തത്തിൽ പോയി നല്ലൊരു ഗ്ലോയാണ് വന്നിരിക്കുന്നത്. നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ്. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ കിട്ടിയത് നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. ഓക്കെ, ബൈ.